ഒരു വാർത്താമണി മുഴങ്ങിക്കഴിഞ്ഞു. നമുക്ക് വാർത്തയിലേക്ക് പോകാം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു. ശരണിന്റെ ഒരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ഉണ്ട്. നമുക്ക് ശരണിന്റെ അടുത്തേക്ക് തന്നെ പോകാം. വെരി ഗുഡ് മോർണിംഗ് ശരൺ. ഹാപ്പി പെസഹ വ്യാഴം. ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ശരൺ രാവിലെ പ്രേക്ഷകർക്ക് നൽകാൻ പോകുന്നത്. വാർത്താമണി മുഴങ്ങിക്കഴിഞ്ഞു. കേൾക്കട്ടെ, എന്താണ് ഇന്നത്തെ ബ്രേക്കിംഗ്? അൻകുമാർ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് SFIയുടെ അന്വേഷണ റിപ്പോർട്ട് EDക്ക് ലഭിച്ചിരുന്നത്. അതിനുശേഷം ED ഈ റിപ്പോർട്ട് സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ തുടരുകയാണ്. പ്രതിപട്ടികയൊപ്പം തന്നെ കണ്ടെത്തലുകളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അതായത് വിചാരണ കോടതിയിൽ എന്താണോ തൽസ്ഥിതി അത് തുടരണമെന്നുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയിരുന്നത്. സമൻസ് അടക്കം അയക്കാൻ പാടില്ല, പ്രതികൾക്ക് സമൻസ് അടക്കം അയക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഉത്തരവ് ഏതെങ്കിലും വിധത്തിൽ ED അന്വേഷണത്തെ ബാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനമായും ED പരിശോധിച്ചത്. അപ്പോൾ ED ഇപ്പോൾ EDക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും, അതായത് ഹൈക്കോടതി ഉത്തരവ് യാതൊരു വിധത്തിലും തങ്ങളുടെ അന്വേഷണത്തെ ബാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാം എന്നുള്ള നിയമോപദേശം കൂടിയാണ് ഇപ്പോൾ EDക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളിലേക്ക് ED കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ SFIO അന്വേഷണ റിപ്പോർട്ടിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ED ഊർജിതമാക്കിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈക്കോടതി ഉത്തരവ് വരുമ്പോൾ അത് ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക തുടക്കത്തിൽ EDക്കുണ്ടായിരുന്നതാണ്. അതിനാണ് ഇപ്പോൾ ഒരു വ്യക്തമായ ഒരു പിക്ചർ ലഭിച്ചിരിക്കുന്നത്. അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ല എന്നുള്ള നിയമോപദേശമാണ് EDക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ SFIO അന്വേഷണ റിപ്പോർട്ടിൽ സാക്ഷി പട്ടികയുണ്ട്. 74 സാക്ഷികളാണുള്ളത്. ഇതിൽ പ്രധാന സാക്ഷികളെയൊക്കെ മൊഴി രേഖപ്പെടുത്താൻ ED തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടം എന്ന നിലയിൽ, അതായത് SFIO അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ സാക്ഷികളുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക. പ്രധാനമായും നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്ക് അനധികൃതമായിട്ട് പണം കൈപ്പറ്റി, അതായത് യാതൊരുവിധ സേവനവും നൽകാതെയാണ് CMRL നിന്ന് പണം കൈപ്പറ്റിയെന്ന് സംബന്ധിച്ചുള്ള സാക്ഷി മൊഴികളുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാക്ഷി മൊഴികൾ നൽകിയ സാക്ഷികളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ED പറയുന്നത്. ഓക്കെ, താങ്ക് യു ശരൺ. ശരണാണ് വിവരങ്ങൾ നൽകിയത്. EDക്ക് അപ്പോൾ സമൻസ് അയക്കുന്നതിനോ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനോ തടസ്സമില്ല. ഹൈക്കോടതി സ്റ്റേ അത് തങ്ങളെ ബാധിക്കില്ല എന്നാണ് ED വൃത്തങ്ങൾ പറയുന്നത്. ശരണാണ് വാർത്ത നൽകിയത്.